താന് കേട്ടത് ശരിയാണോ? ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ. വരണോ? അതല്ല, പിന്നെ എനിക്കൊരു ഫോൺ വന്നു, എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിരുന്നേ. അച്ഛൻ മരിച്ചോ? അതല്ല, പിന്നെ സാറിന്റെ. എന്റെ അച്ഛൻ മരിച്ചോ? അതല്ല സാറേ. എന്തിട്ട് ആരുടെ അച്ഛനെ മരിച്ചേ? നമ്മുടെ ഈ മികച്ച വില്ലേജ് ഓഫീസറെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഫൈനൽ ലിസ്റ്റ് വന്നു. അപ്പോൾ അതില് സാറിന്റെ പേരുണ്ട്. ആളെ പേടിപ്പിക്കുക. പക്ഷേ സാറിന്റെ പേരിന്റെ കൂടെ വേറൊരു വില്ലേജ് ഓഫീസറുടെ പേരൂടെ വന്നിട്ടുണ്ട്. എന്തിന്? ഏതോ ഒരു കുന്നത്തടി വില്ലേജ് ഓഫീസിൽ ഒരു സത്യശീലൻ എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞത്, ആള് 24 മണിക്കൂറും ഓഫീസിൽ നിന്നുള്ള ഒരേ ചിന്തയായിട്ട് നടക്കുന്ന ആളാ. ഇന്നേ വരെ ആരെയൊന്നും കൈക്കൂലി പോലും വാങ്ങിയിട്ടില്ല. പിന്നെ ശുപാർശ എന്ന് പറയുന്നത് പുള്ളിക്ക് ഇഷ്ടമേ ഇല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു ഭാഗ്യം വരുമ്പോ അതിന്റെ ഇടയിൽ ഏതെങ്കിലും തെണ്ടുകൾ കയറി കൊണ്ടുവരും. സാറേ, ഫ്ലെക്സ് വേസ്റ്റ് ആവുമോ? വില്ലേജ് ഓഫീസർ പോയിരുന്ന സ്ഥലമൊക്കെ കാലിയായിട്ട് കിടക്കുകയാണല്ലോ. വില്ലേജ് ഓഫീസർ ഉണ്ടോ അവിടെ? ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, നമസ്കാരം. കുന്നത്തൊടി വില്ലേജ് ഓഫീസിലേക്ക് സ്വാഗതം. അല്ല, വില്ലേജ് ഓഫീസർ ഉണ്ട് അവിടെ? വില്ലേജ് ഓഫീസർ ഉണ്ട്. പിടിച്ചു. നിങ്ങൾക്ക് ശരിക്കും ഒരു പോട്ടർ വിളിക്കേനി. എല്ലാവരും 5 മണി ആവുന്നതിന് മുമ്പേ സ്ഥലം വിടും. അല്ല, വില്ലേജ് ഓഫീസർ ഇല്ലേ അവിടെ? വില്ലേജ് ഓഫീസർ ഉണ്ട്. നിങ്ങൾ വില്ലേജ് ഓഫീസർ സത്യശീലനെ കുറിച്ച് കേട്ടിട്ടില്ലേ? എവിടെ ആളെവിടെ? ആളിത് അവിടെ തന്നെ ഉണ്ട്. നിങ്ങളാണ്? അതെ. ഞാൻ രാവിലെ 7 മണിക്ക് ഓഫീസിലെത്തും. വൈകുന്നേരം 7 മണി കഴിഞ്ഞ് ഇവിടം വിട്ടു പോവും. ചില ദിവസങ്ങളിൽ അത് കഴിഞ്ഞും പോയിട്ടുണ്ട്. ശരി, ഇരിക്കൂ. സാറിനെ പോലുള്ള ആൾക്കാരെ ഈ ദുനിയാവിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ദുനിയാവ് എന്നോ നന്നായി പോയി. ശരി, എന്താ കാര്യം പറയൂ. അതായത് നമ്മളൊരു 15 സെന്റ് ഭൂമി വാങ്ങിക്കണം. അപ്പൊ അതിന്റെ പട്ടയത്തിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാ. പിന്നെന്താ, നമുക്ക് ചെയ്തു തരാലോ കേട്ടോ. ഭയങ്കര ക്ഷീണം തോന്നുന്നു. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. ബസ്സിൽ വന്നോണ്ടാണ് ഞാൻ നേരത്തെ പുറപ്പെട്ടിരിക്കണ്. അതെ അല്ലേ? ബസ് ലേറ്റ് ആയിട്ട്. ശരി ശരി. ഇത് നല്ല ഒന്നാന്തര കട്ടൻ ചായ. ഞാൻ ഇവിടുന്ന് 7 മണിക്കേ പോവും. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ തിളപ്പിച്ച് കൊണ്ടുവരുന്നതാ. ശരി, അല്ല സാറേ, ഇത് ശരിക്കും സർക്കാർ ഓഫീസ് തന്നെയാണോ? ഞമ്മക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ എന്റെ ജ്വല്ലറിയിലൊക്കെ ചെന്നമാരി പുഞ്ചിരിക്കണം. കട്ടൻ ചായ എല്ലാം കൂടി കിട്ടിയപ്പോഴേ. സർക്കാർ ഓഫീസൊക്കെ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ വില്ലേജ് ഓഫീസർ സത്യശീലൻ അങ്ങനെയല്ല. അയാളുടെ പഠിപ്പൊന്നും വേറെയാണ്. അയാളുടെ കാഴ്ചപ്പാടുകൾക്കും വ്യത്യാസമുണ്ട്. അയാളുടെ ലെവൽ വേറൊരു രീതിയിലാണ്. അപ്പൊ ആരാ ഈ അയാള്? അയാള് ഞാൻ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങളെ കൊണ്ട് എന്തിനാ നിങ്ങൾ അയാൾ എന്ന് പറയണേ? അത് എന്താ പേര്? മൊയ്തു. മൊയ്തു. മൊയ്തു ഒരാൾ ഞാൻ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നതിനേക്കാൾ നല്ലത് അയാൾ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നതാണ്. അവ സാറേ, അയാളുടെ പട്ടയൊന്ന് വേഗം ശരിയായി കൊടുത്താളി. ആരുടെ? മൊയ്തുവിന്റെ. അയാള് എന്റെ സാറേ, നിങ്ങളെപ്പോലുള്ള ഒരാള് എല്ലാ സർക്കാർ ഓഫീസിലുണ്ടെങ്കിലേ ഈ കേരളം എന്ന് രക്ഷപ്പെട്ടു പോയിനി. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ വിചാരം 10 മണിക്ക് വന്ന് 5 മണിക്ക് നിർത്തിപ്പോകുന്ന എന്തോ ഒരു സാധാരണ ജോലിയാണ് ഈ ഉദ്യോഗം എന്നാണ്. പക്ഷേ KSR പറയുന്നത് അങ്ങനെയല്ല. അതാരാത്? KSR കേട്ടിട്ടില്ലേ? KSRTC കേട്ടിക്കണ്. KSRTCയുടെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. ഇത് KSR, കേരള സർവീസ് റൂൾ. അത് പ്രകാരം ഒരു ഉദ്യോഗസ്ഥൻ 24 മണിക്കൂറും ജോലിയിലാണ്. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിന്റെ 8 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരമായി താമസിച്ച് ഏത് അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാലും ഈ ഓഫീസുമായി ബന്ധപ്പെടാൻ അയാൾ ബാധ്യസ്ഥനാണ്. അങ്ങനെ ജോലി ചെയ്യുന്ന, KSR മനസ്സിലാക്കി ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നമ്മുടെ നാട്ടിലുണ്ടോ? എന്റെ സാറേ, നിങ്ങളോടൊപ്പുണ്ടല്ലോ വല്ലാത്തൊരു ബഹുമാനോ ഒരു ആരാധനയൊക്കെ തോന്നിപ്പോവുക. ഞാനേ ഞങ്ങളെ കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. അയ്യോ, ഫോട്ടോ ഒന്നും വേണ്ട. അല്ലല്ല, അതിൻ്റെ ഒരു ആഗ്രഹമാണ്. അല്ലല്ല, ആഗ്രഹം പറയരുത്. കാരണം എന്താ അറിയോ, ഒരു പൂതി നിങ്ങളെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി, സെൽഫി എടുക്കാൻ വേണ്ടി. വേണ്ട സാറേ, ഇരുന്നാ മതി. ഇത് ഞാൻ ഇപ്പൊ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇട്ടാലാണ്.
അതായത് നമ്മളൊരു ക്യാപ്ഷനും കൊടുക്കട്ടോ. എന്ത് അതായത് ജീവിതം മുഴുവൻ ജനസേവനത്തിനായി ഒഴിഞ്ഞു വെച്ച കുന്നത്തോടി വില്ലേജ് ഓഫീസർ സത്യശീലിനൊപ്പം. എങ്ങനെ നിങ്ങള് സംഭവമാണ് സാറേ നിങ്ങള്. ശരി, അത് പോയിട്ടോ. അത് പോയില്ലേ? പോയി. ഈ ഇതെടുക്കും. ചായ കുടിച്ചില്ല? ചായ കുടിക്കുന്നുണ്ട്. ഇത് രജിസ്റ്റർ ബുക്കാണ്. ഇതിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പരും കൂടെ എഴുതി വെക്കണം. അതെന്തിനാ സാറേ അതൊക്കെ? അത് വേണം. നിങ്ങളൊരു അപേക്ഷ തരുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണ്, കൊട, ബാഗ് ഇതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. ആ സമയത്ത് നമ്മള് നിങ്ങളെ വിളിച്ച് അറിയിക്കും. ഇനി കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് ഈ സാധനം തരും. അപ്പൊ ഈ ഓട്ടോറിക്ഷയുടെ കൈ ആരും കൊടുക്കൂ? അതൊക്കെ ഞാൻ കൊടുത്തോളാം, അതൊന്നും കുഴപ്പമില്ല. ഞാൻ 10,000-40,000 രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ്. നിങ്ങൾ ശരിക്കും ഒരു പ്രസ്ഥാനാണ്. നിങ്ങൾ മാതൃകയാണ് ശരിക്കും. മൊയ്തൂനറിയോ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഒറ്റ കാഷ്വൽ ലീവ് പോലും എടുക്കാത്ത ആളാണ് ഞാൻ. എന്നാൽ ഇന്ന് ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകള് ആ മാസം തന്നെ മൊത്തം ക്യാഷ് ലീവുകൾ എടുത്തു കളയും. അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരാണ് നമുക്കുള്ളത്. ഒരു സെക്കൻഡ്. ഹലോ, വില്ലേജ് ഓഫീസർ സത്യശീലനാണ്. ആരാ? ഫാത്തിമ. എന്താ ഫാത്തിമ? നികുതി അടയ്ക്കാനോ? അയ്യോ, സമയം കഴിഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ ആ സർവേ നമ്പറൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. ശരി. ഞാൻ നാളെ ഇത് അടച്ചിട്ട് റെസിപ്റ്റ് അവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം കേട്ടോ. ചെയ്യാം. അല്ല, വേണ്ട, ഇതിനു വേണ്ടി നടക്കൊന്നും വേണ്ട. അതൊക്കെ ചെയ്തു തരാം. ശരി, ഓക്കെ. നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടില്ല. അപ്പൊ മൊയ്തു അപേക്ഷ തന്നോളൂ. ഇത് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലേക്കാണല്ലോ അയക്കേണ്ടത്. ആണോ? ഇതിലൊരു 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പും കൂടെ ഒട്ടിക്കണം. അല്ലോ, അത് നമ്മൾ കരുതിയില്ല സാറേ. എന്റെ കയ്യിലുണ്ട്. ഞാൻ കോർട്ട് ഫീസ് സ്റ്റാമ്പും റവന്യൂ സ്റ്റാമ്പും ഒക്കെ കുറച്ച് കൂടുതൽ കയ്യിൽ വെക്കും. ഇതുപോലെ ആളുകൾ വരുമ്പോ അവര് ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. ഇതാണ് സാധനം. ഞാന് ചില്ലറൊന്നുമില്ല, അത് 500 കയ്യിലുള്ളൂ. അയ്യോ, അതൊന്നും വേണ്ട, കയ്യിൽ വെച്ചോ. അല്ല സാറെടുക്ക്, എന്തായാലും 10 രൂപ ആയതല്ലേ? വേണ്ട. 10 രൂപയല്ലേ, അതൊന്നും കുഴപ്പമില്ല. അല്ല അതല്ല സാറേ, അത് എടുക്കണം നിങ്ങള്. അല്ല, അതെന്താ അറിയോ, ഞാൻ ഈ പൈസേന്റെ കാര്യത്തിലൊക്കെ ഞാനൊരു ആദർശശാലിയാണ്. അത് ഓസിന് ഞാനൊന്നും മേടിക്കലുമില്ല, കൊടുക്കലുമില്ല. അത് വെച്ചോളേ. അപ്പോ 400, 490 ഞാൻ അങ്ങോട്ട് ബാക്കിണ്ടാവും. ഓടി വരി എന്റെ കയ്യിൽ നിന്ന് സാറ് കൈക്കൂലി മേടിച്ച്. ഓടി വരി സാറുമാരെ, 500 രൂപ കൈക്കൂലി മേടിച്ച്. എന്താണ് പറയുന്നത്? വിജിലൻസ് വരും, അന്നെ പൊക്കൂ. വിജിലൻസ് വരും. സാറുമാരെ വരി. കൈക്കൂലി കേസിൽ താങ്കൾ അറസ്റ്റ് ചെയ്യണമെന്ന്. എന്റെ പൊണ്ണി സാറ്, 5 പൈസ ഇന്ന് വരെ കൈക്കൂലി വാങ്ങിക്കാത്ത ആളാണ് ഞാൻ. എന്താണ് വീങ്ങിയതാണ്, വായിലുണ്ട്. വീങ്ങിയതാണ് 500 രൂപ. എടോ, താൻ ആ നോട്ട് പിടിക്കോ? എടോ, നാഫ്തിനടിച്ച നോട്ട്. താൻ ചത്തുപോകും. ആ സീതളൻ സാറ് പറഞ്ഞിട്ടാണ് സാറ് ഞാനതൊക്കെ ചെയ്തത്. ഏത് ശീതളൻ സാറ്? നമ്മളെ കണ്ണാടി വില്ലേജിലെ സീതളൻ സാറ്. മൂപ്പർക്ക് ഏറ്റവും നല്ല വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് കിട്ടാൻ വേണ്ടിട്ട് ഇയാൾക്ക് കൈക്കൂലി തന്നതാണ്. അപ്പൊ കള്ളപ്പരാതി എന്ന് ഞങ്ങളെ കളിയാക്കണം അല്ലേ? അപ്പൊ തന്നെ അകത്താക്കണം, ശീതളൻ സാറിനാക്കണം. കൊണ്ടുപോകും. മറിമായം.